ടൂറിസ്റ്റ് ബസ്സുകൾ വെള്ള നിറം ഉപേക്ഷിച്ച് വീണ്ടും കളർഫുൾ ആകാൻ വഴിയൊരുങ്ങുകയാണ്. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു നടപ്പാക്കിയ തീരുമാനമാണ് 1.5 വർഷം കൊണ്ട് നിലവിലെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തിരുത്തുന്നത്. സർക്കാർ നിശ്ചയിക്കുന്ന 5 നിറങ്ങളിൽ ഏതെങ്കിലും ബസ്സുകൾക്ക് അനുവദിക്കുന്ന തരത്തിലാവും മാറ്റം. ഒന്നര വർഷം മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം ഇടിവെട്ട് നിറവും ഫോട്ടോകളുമൊക്കെയായി ന്യൂജനായിരുന്നു. ഇപ്പോൾ സ്കൂൾ യൂണിഫോം പോലെ ഒറ്റ നിറമാണ്. വെള്ളയും നീല വരയുമായി അടിമുടി മര്യാദക്കാരന്റെ ലുക്ക്. കളർഫുള്ളായിരുന്ന ബസ്സുകളെ ഇങ്ങനെ ഒറ്റ കളറാക്കി മാറ്റിയത് മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ കാലത്തെ സുപ്രധാന തീരുമാനങ്ങളിലൊന്നായിരുന്നു. 2022 പാലക്കാട് വടക്കഞ്ചേരിയിലുണ്ടായ ബസ് അപകടത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ മരിച്ചതിന് പിന്നാലെയുണ്ടായ നടപടി. ബസ്സുകളുടെ നിയമലംഘനവും അത്യാഡംബരമൊക്കെ നിയന്ത്രിച്ച് വരുതിയിലാക്കുകയായിരുന്നു ലക്ഷ്യം. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ കളറ് വെള്ളയിൽ വയലറ്റ് ബോർഡറോടുകൂടിയ വാഹനം മാത്രമായിരിക്കും ഈ കോൺട്രാക്ട് കാരേജുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുക. അത് ലംഘിക്കുന്ന എല്ലാ വാഹനങ്ങളെയും കർശനമായി പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. നിറമുള്ള ബസ്സുകളെ ഓടിച്ചിട്ട് പിഴ ഈടാക്കിയതോടെ ഇല്ലാത്ത കാശുണ്ടാക്കി എല്ലാവരും വെള്ള പെയിന്റ് അടിച്ചു. എന്നാൽ മന്ത്രി മാറിയതോടെ തീരുമാനവും മാറി. വകുപ്പിന്റെ നിറമാറ്റം ആദ്യം പുറത്തു വന്നത് മന്ത്രിയുടെ യുവജന വിഭാഗം നേതാവിന്റെ ശബ്ദരേഖയായി. കളറടിക്കും. കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതിന് മുമ്പ് കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സിന് കളറടിച്ചിരിക്കും. അതിനൊരു മാറ്റമില്ല. തൊട്ടു പിന്നാലെ ജൂലൈ 3 ചേരുന്ന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിന്റെ അജണ്ടയിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിറമാറ്റം ഉൾപ്പെടുത്തി. നവകേരള സദസ്സിൽ ലഭിച്ച ഒട്ടേറെ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് പറയുന്നത്. 5 or 6 വ്യത്യസ്ത നിറങ്ങൾ സർക്കാർ നിശ്ചയിക്കും.